ആ ഗിരീഷേ, എത്തിയോ? ഓഡിറ്റോറിയത്തിൽ എത്തിയോ? വരത്തില്ലെന്നോ? എടാ, നിന്നെ ഞാൻ കല്യാണം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, എടാ എൻ്റെ ഒരേ ഒരു അനിയത്തി കീർത്തനയുടെ കല്യാണമാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് വരണമെന്ന്. എന്നിട്ട് നീ ഇപ്പം രാവിലെ വിളിച്ച് പറയാമെന്നോ വരത്തില്ലെന്ന്? നീ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഞാൻ വരത്തില്ലട്ടോ, സത്യമായിട്ടും നീ വരണ്ട. എന്റെ പൊന്ന് രമണി ചേച്ചി, കാര്യം പറഞ്ഞോണ്ട് ഇരിക്കുവാന്ന് ഇവിടെ. നിങ്ങൾ കുറെ പേരും കൂടെ ഉള്ളു പോകാനാട്ടോ ഓഡിറ്റോറിയത്തിലോട്ട്. നിങ്ങളെ കയറ്റിവിട്ടിട്ട് വേണം എനിക്ക് അളിയനോട് കൊച്ചനെ വിളിച്ചോണ്ട് വരാൻ. കാര്യം പറഞ്ഞ് തീർന്നില്ലേ? ഇന്നലെ ഒരു സമയത്ത് തുടങ്ങിയല്ലയോ? അതാ നാരായണമ്മനോട് വിളിച്ചോണ്ട് പോണേ, അവിടെ കിടന്ന് ഉറങ്ങുവാ. അയ്യോ അയ്യോ, വഴി തെറ്റിയോ? ഇപ്പൊ എവിടെ നിൽക്കുന്നേ? അയ്യോ, അവിടെ വരെ പോകണ്ട. നിങ്ങളൊരു കാര്യം ചെയ്, അവിടുന്ന് നേരെ വലത്തോട്ട് കയറി വന്നേ. അവിടുന്ന് ഒരു 50 മീറ്റർ പോകുമ്പോ ഇനി ഇടത്തോട്ട് പോയേ. അത്ര പോണ്ട. അവർ റിവേഴ്സ് വാ, നേരെ പുറകോട്ട് വാ. വാ. ഇവിടുന്ന് ഇനി ലെഫ്റ്റ് ചെറുതായിട്ടൊന്ന് ഓടിച്ചേ. അതിന് നേരെ വന്നാ മതി, ഇവിടെ തന്നെ വന്നെത്തും. വാ, കേറി വാ. അളിയൻ എന്തോ കാണിക്കോ അളിയത്? അപ്പൊ നീ എനിക്ക് റൂട്ട് പറഞ്ഞു തന്നല്ലേ? അളിയന് റൂട്ട് പറഞ്ഞു തന്നാന്നോ? പിന്നെ കല്യാണ ചെറുക്കന് വഴി തെറ്റി, അവനെ വിളിച്ചതില്ലയോ? വഴി തെറ്റിയ ചെറുക്കനാണോ പെങ്ങളെ പിടിച്ചു കൊടുക്കണത്? എന്റെ പൊന്നളി, അളിയ എല്ലാത്തിനും ഇങ്ങനെ ഉടക്കാന്നല്ലോ. കല്യാണ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിന് വരെ അളിയൻ ഉടക്കമായിട്ട് വന്ന ആളാ. എന്റെ പൊന്നളിയെ, നമ്മുടെ വീടിനടുത്തുള്ളത് സൗവർണിക ഓഡിറ്റോറിയം അല്ലേ? അതല്ലേ നമുക്ക് സൗകര്യം. അവിടെ ബുക്ക് ചെയ്തോണ്ട് അളിയൻ എന്തോ ബുദ്ധിമുട്ട്? ഈ സൗവർണിക ഓഡിറ്റോറിയത്തിന്റെ അവിടുന്ന് ഒരു ചെറുത് അടിക്കാൻ പോണെങ്കിൽ 5 കിലോമീറ്റർ വേണം ബാറിലേക്ക്. പേരുമാതാകുമ്പോ എന്ത് സുഖ, കാലിങ്ങനെ എടുത്തു വെച്ചാൽ മതി ബാറിലേക്ക്. എന്റെ പൊന്നളി, അളിയന്റെ ഈ കള്ളുകൂടി ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ നാണം കെട്ടി ഇവിടെ വന്ന ആൾക്കാരുടെ മുമ്പിൽ എല്ലാരും വന്ന് ചോദിച്ചു മൂത്തളിയൻ എന്ത്? എനിക്ക് പറയാൻ പറ്റുമോ? കള്ളു കുടിച്ച് തലയ്ക്ക് മൂത്തത് വാഴത്തോട്ടത്തിൽ കിടക്കുവാന്ന് പറയാൻ പറ്റുമോ എനിക്ക്? നീ എന്നൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചോ? ആ ഉത്തരവാദിത്തം കൂടിയ കാരണമാണ് എനിക്ക് അടിച്ച് അവിടെ വാഴപ്പണെ കിടക്കേണ്ടി വന്ന്. ഞാൻ എന്തോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചെന്നാ പറയുന്നേ? എന്റെ കൂട്ടുകാരന്മാർ ഒന്ന് അവരെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോ അവർ പറയും മൂത്തളിയനല്ലേ കമ്പനിക്ക് പറഞ്ഞ അടിക്കാൻ. അങ്ങനെ കമ്പനിക്ക് അടിച്ചടിച്ച കമ്പനി വളർന്ന് ഞാൻ അതിന്റെ ചെയ്യാലോ. നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തൊരു ബ്രാഞ്ച് അങ്ങോട്ട് ഇട്ടാലോ? എന്റെ ദൈവമേ, കള്ളു കുടിക്കാൻ ഓരോ കാരണം ഉണ്ടാക്കുന്നുണ്ടോ? അളിയന്റെ മൂത്തളിയനാണ്. ഈ കല്യാണം കഴിഞ്ഞ നാള് മുതൽ അളിയന് നല്ലൊരു സ്ഥാനം ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഇവിടെ ഈ കല്യാണ വീട്ടിൽ എന്തോരം പണികളുണ്ട്. ഒരു പ്ലാവല എടുത്ത് തിരിച്ചിടാൻ അളിയന് തോന്നിയോ? എനിക്കിത് കേൾക്കണം. ആൾക്കാർ തിന്നിട്ടേച്ച് പോയ 750 പ്ലേറ്റ് ഒറ്റയ്ക്ക് ഞാൻ അവിടെ കഴുകി കമത്തി വെച്ചേക്കണം, അറിയാമോ? എന്റെ ദൈവമേ, ഡിസ്പോസബിൾ പ്ലേറ്റ് ആരെങ്കിലും കഴുകുമോ? അത് തിന്നിട്ട് വെറുതെ കളയാനുള്ള ജോലി അത്. അളിയാ ഉണ്ടല്ലോ, എന്റെ അടുത്ത് ഈ ഒരുമാതിരി ചെയ്ത് നീ എന്നോട് ചെയ്തു. ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ എന്തോ ദ്രോഹം ചെയ്തളി അളിയനോട്? എടാ, സ്ത്രീധനത്തിന്റെ കാശ് ഒരാണ പൈസ ഇല്ലാണ്ട് തീർത്ത് നീ എനിക്ക് തന്നില്ലേ? തന്നു. എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ പെങ്ങന്മാര് ഭർത്താവിന്റെ വീട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്ന്. അതിനാ പൈസ മൊത്തം ഞാൻ തീർത്തു തന്നത്. കുറച്ച് കാശ് ബാക്കി നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് അതിനകത്ത് പിടിച്ചോടി ലഹള ഉണ്ടാക്കാൻ വേണ്ടായില്ല അല്ലേ? എടാ, അളിയന്മാരാകുമ്പോ കല്യാണ വീട്ടിൽ ലഹള ഉണ്ടാക്കണം. എന്റെ കഴിയുമ്പോ ഞാനിനി ഈ വീട്ടിൽ എവിടുന്ന് എന്തെടുത്ത് വെച്ച് വഴക്കുണ്ടാക്കും. ഒരു കാര്യം ചെയ്താണ്, എന്തുവാ? ഈ താലി കെട്ട് കഴിയുമ്പോ എന്തെങ്കിലും ഒരു കോക്കം പിച്ച് കാണിച്ച് ഞാൻ ഒരു വഴക്കം ഉണ്ടാക്കിയാലോ? ഞാൻ സാമ്പാറിലിടും. അയ്യോ, അത് വേണ്ട, പരിപ്പ് മുക്കി കയറും. അളിയാ, എന്റെ അനിയത്തി കീർത്തന, അവൾ ഇന്നൂടെ ഉള്ളു വീട്ടിൽ എന്റെ കൂടെ. അവള് പോയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. ഞാനേ കുഞ്ഞുനാളില് എന്റെ വിരലെ കോർത്ത അവളെ കൊണ്ടുകിടന്ന്. എടാ, കുഞ്ഞുനാളില് വിരലെ കോർത്തെടുക്കാൻ കീർത്തന എന്നല്ലേ അവക്കടെ പേര്? കീച്ചേനല്ല. ആണോ അളിയാ? എനിക്ക് അതുപോലെ സ്നേഹമായിരുന്നു. ഞാനല്ലായിരുന്നു അവളെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും സ്കൂളിലൊക്കെ കൊണ്ടാക്കുന്നതും എല്ലാം എനിക്കറിയാം. എന്നാലും കൊച്ചേ, നീ ഒന്ന് കരയി, ആ സങ്കടം അങ്ങോട്ട് തീരും. ഞാൻ ഇപ്പൊ കരയുന്നില്ലളിയാ. ഞാൻ താലികെട്ട് കഴിഞ്ഞ് അവള് പോകാൻ നേരത്ത് കരയും. അപ്പോ റീലൂടെ എടുക്കാം കൂട്ടത്തിൽ. ഇപ്പോഴത്തെ ട്രെൻഡ്. എത്രയ്ക്കാ? 10:30? അല്ലെന്ന് 10:30 മുഹൂർത്തം. മുഹൂർത്തം. ദൈവമേ, 9:45. അളിയന്റെ ഈ വാച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ സമയം അറിയുന്നത്? അതെന്നാ അറിയാമോ? എല്ലാ ദിവസവും 9:45 2 അടിച്ചില്ലെങ്കിൽ എന്റെ ഈ 2 ഞരമ്പ് പിടയ്ക്കും. ഞാൻ കഴുത്തിന് കുത്തി പിടിച്ചാലേ അളിയൻ ഇവിടെ കിടന്ന് പിടയ്ക്കും. പിന്നെ പോയേക്കാം. അല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. കൊച്ചച്ഛനെ കൂടെ വിളിച്ചോണ്ട് പോണം. ഏത് കൊച്ചനെ? ദിവാകരൻ കൊച്ചച്ഛനെ കൂടെ. എന്ത് കാര്യത്തിന്? അല്ല, ദിവാകരൻ കൊച്ചച്ഛനാണല്ലോ അവിടെ കൈ പിടിച്ചു കൊടുക്കേണ്ടത് ചെറുക്കൻ്റെ കയ്യില്. എന്റെ പൊന്നളിയാ, ഇവിടെ ഇന്നലെ ഇത്രയും ആളും ബഹളം ഒക്കെ കൂടി. എത്ര വർഷമായി ഈ ഇങ്ങനെ നമ്മളോട് മിണ്ടേണ്ട? എന്റെ കല്യാണത്തിന് വിളിച്ചു വന്നില്ല, ഈ കൊച്ചിന്റെ നിശ്ചയം വിളിച്ചു വന്നില്ല. ഈ പുള്ളി ഇങ്ങനെ ഒരു സഹകരിക്കാത്ത ഒരു മനുഷ്യൻ. ആ പുള്ളിനെ വേണ്ട, ഞാൻ വരില്ല. അതളിയാ, ഈ കൊച്ചച്ഛന് ആരുമായിട്ടും വലിയ സഹകരണത്തിനൊന്നും പോകുന്നില്ല. പ്രത്യേക ടൈപ്പാ കേട്ടോ. ഈ നമ്മളെല്ലാരും വീടിന്റെ ചുറ്റിനും മതിൽ കെട്ടുമല്ലോ, എന്നിട്ട് അതിനകത്ത് ഗേറ്റും വെക്കും ആള് വരാനും പോകാനും. പക്ഷെ പുള്ളി ഗേറ്റ് വെച്ചിട്ടില്ല, മതിലാല് ചുറ്റപ്പെട്ട് വെച്ചേക്കുവാ, അടച്ചിട്ടേക്കുവാ. പുള്ളിക്ക് സഹകരിക്കുന്നത് ഇഷ്ടമല്ല ആൾക്കാർ. അപ്പൊ ഈ പുള്ളി അങ്ങനെ പുറത്തു കവളമടൽ ചാരി വെച്ചിട്ട് ചാടും. പത്രക്കാരൻ വന്നാൽ പോലും പുള്ളി അകത്ത് കയറ്റത്തില്ല. പത്രക്കാരൻ വെളിയിൽ നിന്ന് വാർത്ത വായിച്ച് കേൾപ്പിക്കും. കുറ്റം പറയല്ലോ. പുള്ളി എല്ലാ മാസവും പൈസ കറക്റ്റ് ആയിട്ട് കൊടുക്കും. അതെ, വിളിച്ചൊക്കെ വരും.
കൊച്ചച്ചോ വരുന്നില്ലയോ? ആണ്ടടാ നമ്മള് മുറ്റത്ത് ഇപ്പുണ്ട്. കേക്കാട്ട് നിക്കോ. അയ്യോ ഒരു കാര്യം ചെയ്യാം. പുള്ളി ഇവിടെ വരുത്താനുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തോന്നറിയോ? രണ്ടുപേര് തമ്മിൽ വഴക്ക് കൂടുന്നത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ഒന്ന് കണ്ടു നിന്ന് സുഖിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്താലേ പുള്ളി ഇഞ്ഞ് വരും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, അളിയൻ തുടങ്ങിക്കോ. അളിയന്റെ കൂടെ നിന്നോണം. ഓക്കെ. അളിയനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മുകളിലുള്ള കാര്യം ശരിയാ. കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അളിയനെ നോക്കത്തില്ല ഞാൻ. നീ ഇന്നലെ പോലെ അളിയനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കേട്ടോ. അളിയന് ഈ പരിപാടി എന്നോട് കാണിക്കരുത്. നിർത്തിയില്ലാത്ത കൈ പറഞ്ഞപ്പോ തീ പിടിച്ചേനായിരുന്നു. ആന്ധ്ര നിൽക്കുന്ന വഴക്ക് തീർന്നില്ലേ? പിന്നെ ഞാൻ എന്താ കണ്ട് സൂഹിക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടത്? അയ്യോ വഴക്ക് കൂടി നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെ എന്തോ ഉണ്ടാക്കാൻ ഇവിടെ വന്നത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. എന്താ ആവശ്യം? കല്യാണത്തിന് പോകണ്ടേ? കല്യാണത്തിന് പോകണം. എന്നാ പോവാ. ഏത് കല്യാണത്തിന്? അല്ല കീർത്തനയുടെ കല്യാണം അല്ലേ? ഞാൻ ആ കല്യാണത്തിനൊന്നല്ല, ഞാൻ വേറെ കല്യാണത്തിനാ പോകുന്നത്. വേറെ കല്യാണത്തിന്? ഏത് കല്യാണത്തിന്? ഞാൻ രാവിലെ റോഡിൽ നിന്നപ്പോ ഒരു ചെറുക്കന്റെ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് വണ്ടി പോട്ടോ, ആ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത്. അതാരുടെ കല്യാണോ? വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറി ചില നാടാവില്ല. എടാ വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഇറക്കി വിടത്തില്ല. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി അന്തസ്സായിട്ട് വരുവാടാ. എന്നാലും ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണത്തിന് വരത്തില്ലല്ലേ? ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണം എന്നെ വിളിച്ചില്ലവൻ. കൊച്ചത്തിനെ വിളിച്ചില്ല. എന്നാ പരിപാടികളെ കൊച്ചത്തിനെ വിളിച്ചില്ലേ? ആളെ പുള്ളി ചുമ്മാ പറയുന്നതാണ്. ഇത്രയും പെണ്ണ് കാണാൻ വന്ന പോലെ പുള്ളിയുടെ വിവരങ്ങൾ പറയുന്ന. നിശ്ചയത്തിന് പോകാൻ ചെന്ന് വിളിച്ചു, മറുവീട് കാണാൻ പോകാൻ ചെന്ന് വിളിച്ചു, കല്യാണം പറയാനായിട്ട് 100 തവണ ചെന്ന് വിളിച്ചു, കോളും ബെല്ലടിച്ചു, തട്ടി വിളിച്ചു. എന്തോടത്തോണ്ടിരിക്കുവായിരുന്നു അകത്ത്. ഞാൻ ആ എയർ ഹോളിനകത്തോടെ നിന്നെ നോക്കി നിപ്പുണ്ടായിരുന്നു. എയർ ഹോളിനകത്തോടെ തലയിട്ട് നോക്കിക്ക. നിങ്ങളാരാ പല്ലിയോ? കൊള്ളാളെ കിടുക്ക സാധനം പല്ലി. ഈ പല്ലിയെ വളർത്തിട്ടെ ഡിനോസോറായിട്ട് ഒരു സാധനം അടിക്കാമോ? കോമഡി അടിക്കാമോ? ഇവിടെ വലിയ ചിരിയാ വേണ്ടത്, ചെറിയ ചിരിയല്ല, വലിയ ചിരി വേണം. എന്റെ പൊന്നു കൊച്ചച്ച, എന്തിനാണ് ഈ വാശിയും വൈരാഗ്യം? പണ്ടങ്ങാണ്ട് നടന്ന എന്തോ കാര്യത്തിന് വേണ്ടി എന്തോന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇപ്പോഴും വാശിയും വൈരാഗ്യം കൊണ്ട് നടക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവന്റെ അമ്മയില്ലേ ഓമനമ്മ, നിന്റെ അമ്മായിമ്മ, എന്റെ ചേട്ടന്റെ ഭാര്യ, അവരിവിടെ വന്നപ്പോ തൊട്ടാടാ ഞാൻ ഇവന്റെ അച്ഛനുമായിട്ട് പിണങ്ങാൻ കാരണം ഉണ്ടായത്. ആവശ്യമില്ലാത്ത കാര്യമാണ് കൊച്ചച്ഛൻ സംസാരിക്കുന്നത്. ആവശ്യമുള്ള കാര്യം തന്നെ. എടാ ഞാനും ഇവന്റെ അച്ഛനും എന്റെ ചേട്ടൻ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായി കിടന്നുറങ്ങിയവരാ. ഇവന്റെ അമ്മ വന്നപ്പോഴാണ് അത് വേറെ കൃത്യമായത്. എന്നാൽ ഈ വീട്ടിൽ ഒരു പാത്രവും ഒരു പായും മാത്രമേ ഉള്ളായിരുന്നു. സമ്മതിക്കരുത്. അത് മാത്രമൊന്നു 10 ഭാഗം ചെയ്തപ്പോ എനിക്ക് 3 സെന്റ് ബാക്കി ഇവന്റെ അച്ഛൻ മൊത്തം എടുത്തു. മൊത്തം എത്ര സെന്റ് ഉണ്ടായി വസ്തു? 6 സെന്റ് തുല്യാക്കി വീതിച്ച് തന്നില്ല. പിന്നെന്നാ തുല്യായിട്ട് വീതിച്ചു തന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞാൻ നാണം കെട്ടുപോയി. എങ്ങനെ നാണം കെട്ടുന്നു? ഇവന്റെ അച്ഛന്റെ ആധാരത്തിനകത്ത് 7 പേപ്പർ, എന്റെ ആധാരത്തിനകത്ത് 4 പേപ്പർ. ഒപ്പിടാൻ പറഞ്ഞപ്പോ പേപ്പറിലാഞ്ഞിട്ട് അവിടുത്തെ ഡെസ്കല്ല ഞാൻ ഒപ്പിട്ടത്. ഒരു കാര്യം ഞാൻ പറയാം. അച്ഛനില്ല, അച്ഛന്റെ സ്ഥാനത്ത് ഇനി കൈ പിടിച്ചു കൊടുക്കാൻ നിങ്ങളുള്ളൂ. ആ കാര്യം മറക്കണ്ട കേട്ടോ. വെളിയനാട്ട് കളിയൻ അല്ലടാ, ഇതേ വള്ളുവനാടൻ അളിയൻ. കൊച്ചച്ച അവിടെ കൈ പിടിപ്പിച്ചു കൊടുക്കാൻ പാ. കൊച്ചച്ച ഞാൻ തയ്യക്കാരനാണ് അവിടെ കൈ പിടിപ്പിച്ചു കൊടുക്കാൻ. ഉടുപ്പിന്റെ കൈയല്ലേ, ചെറുക്കന്റെ കൈ അവളെ പിടിച്ചു കൊടുക്കാൻ പാ. കൊച്ചച്ച അവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊച്ചച്ചൻ കൈ പിടിച്ചു കൊടുക്കണമെന്നുള്ളത്. കൊച്ചച്ചൻ വളർത്തിയല്ലേ അവളെ? കൊച്ചച്ചൻ വളർത്തിയില്ലേ? കീർത്തന കുഞ്ഞൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എടാ അവക്ക് 2.5 വയസ്സുള്ളപ്പോ ഇപ്പോൾ അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടിയുടെ ഉപ്പുമാവ് തിന്നോണ്ടിരിക്കുക. ഞാൻ ചെന്ന് പറഞ്ഞു, കീർത്തന കുഞ്ഞേ കൊച്ചച്ചനോട് താടി ഇച്ചിരി ഉപ്പുമാവെന്ന് പറഞ്ഞപ്പോ ഈ കൊച്ചന്റെ മുഖത്ത് നോക്കിട്ട് പറയോ, നിനക്ക് തതത്തില്ലടാ ചിറ്റപ്പാന്ന്. ആ ഉപ്പുമാവല്ലാതെ കണ്ണി ഒന്നും ഞാൻ അനുഭവിച്ചു. അന്ന് ഞാൻ ഇറങ്ങിയത് ഇവിടെ. എനിക്ക് അവളെ കണ്ടുകൂടാ കൊച്ചിന്. നീയല്ലേ കാണിക്കുന്നത്, ഞാനല്ല. രണ്ടുപേരും എന്നാ കോക്കാൻ പിടിച്ച് കാണിക്കോ? അയ്യോ അയ്യോ കണ്ണി കുത്തി. ഒരു കാര്യം ചെയ്യും, ഞാൻ കാല് പിടിക്കാം. ഞാൻ കാല് ഉച്ചി പൊട്ടിപ്പോനെ. ഞാൻ അങ്ങനെ മുടിയേരിയെന്നായിരുന്നു. ആ ചെറുക്കം വന്ന് കാല് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ? മനുഷ്യനാണോ? ഹൃദയമുണ്ടോ? ഒന്നു വാ വരാം. കൈ പിടിച്ചു കൊടുത്താൽ ആ നിമിഷം ഞാൻ അവിടെ ഇറങ്ങും. അത് മതി. പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ഫോട്ടോയോ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നടവേ കോപ്പിറൈറ്റ് ഉള്ള കൊച്ചനാണ്. ആരും എടുക്കില്ല. ഒരു കാര്യം ചെയ്യടാ പ്രതീക്ഷ, കല്യാണത്തിന് ഞാൻ വരാം. ഓക്കെ എന്നാ അളിയാ അളി പോയിന്നോണ്ടാ. ഞാൻ അലമാരല്ലേ ഷർട്ട് വെച്ച് ഇട്ടിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടോ? എടാ എങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് പോന്നേ? എന്റെ കാറിന് കാറിന് പോണ്ട. AC ഉണ്ടെന്ന് ഞാൻ ചുമക്കും. കൊച്ചച്ച ചുമക്കണ്ട, കാറിനകത്ത് ഫിറ്റ് ചെയ്തേക്കും. അത് എന്ത് AC? ഞാൻ തല വെച്ച് ചുമക്കുന്നല്ല പറഞ്ഞേ. AC ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചുമക്കും. അന്ന് നമുക്ക് ക്ലാസ് ഓർന്നിട്ട് പോകാം. ക്ലാസ് എടുത്തിട്ടാ ഞാൻ തുമ്മും. അലർജി കണ്ടുപിടിച്ച കൊച്ചച്ച. പിന്നെ നമ്മൾ എങ്ങനെ പോകുന്നേ കല്യാണത്തിന്? ഞാൻ ജോൺസന്റെ ജീപ്പ് വിളിക്കും. ആ പഴയ മഹീന്ദ്ര ജീപ്പോ? അത് വിളിച്ചിട്ട് എന്തിനാ? ഞാൻ എന്റെ പുറകെ ഞാൻ വരാം. വലിച്ചു കയറി വന്നവനെ. അപ്പൊ കൊടി അടിക്കത്തില്ല, തുമ്മത്തുമില്ല. ഓ അളിയാ
കിട്ടില്ല. എങ്ങനെയുണ്ട്? അടിപൊളി അളവെടുത്ത് തയ്പ്പിച്ചോളുണ്ട് കേട്ടോ. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഇതെങ്ങനെയുണ്ട്? അത് കിടുക്കൻ. ആണോ? സുന്നെ സൂപ്പറല്ലേ? എന്നാ പിന്നെ പോയേക്കാം. വാ, പോ. അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഷർട്ട്? ഞങ്ങൾക്ക് കളർ കോഡ് ഉണ്ടല്ലോ. ആലപ്പുഴയുള്ള കളർ കോഡ്. ആ കളർ കോഡ് അല്ല, ഡ്രസ് കോഡ്, ഡ്രസ്സിന്റെ കളർ കോഡ് കല്യാണത്തിന്. നമ്മുടെ എല്ലാവരും ബന്ധുക്കാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഞാൻ നടാ പിരിവിന് വന്ന അണ്ണാച്ചിയോ എനിക്കിതുപോലെ ഷർട്ട് വാങ്ങിച്ചാൽ ഞാൻ വരത്തില്ല. തക്ക സമയത്ത് എവിടെ നിന്ന്? ആ ഇതാണെങ്കിൽ കോയമ്പത്തൂർന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച സമയം 10:15 മുഹൂർത്തം. ഇനിയിപ്പൊ എവിടെ പോയി ഷർട്ട് ഉണ്ടാക്കും? എടാ എനിക്ക് വേറെ കൃത്യം കാണിച്ചത് കൊണ്ട് ഞാൻ വരത്തില്ല. എന്റെ അളിയ ഡ്രസ് എടുക്കാൻ പോയപ്പോ ഈ പുള്ളിയോട് പറഞ്ഞതാ. പുള്ളി വാതിൽ തുറക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ? എന്തും കാണിച്ചുകൂട്ടെ? പെരക്കകത്ത് കയറി ഇരിക്കരുത്, ആൾക്കാർ വിളിക്കുമ്പോ കൂടെ ചെല്ലണം. എന്നിട്ട് ഞാൻ കോയമ്പത്തൂർ കടയിൽ ചെന്ന് പറഞ്ഞു, ദിവാകരൻ 40 സൈസിൽ ഒരു മഞ്ഞ ഷർട്ട് തരാൻ. അവർ തന്നില്ല. കാരണം എന്താ? കോയമ്പത്തൂരുള്ള കടക്കാർക്ക് പോലും ഈ പുള്ളിയോട് ദേഷ്യമാണ്. എന്റെ ദൈവമേ, ഇന്ത്യ മൊത്തം ഈ പുള്ളി വെറുപ്പിച്ചു വെച്ചേക്കോ. സെയിം കളറില്ലയോ? വീട്ടിൽ കിടപ്പണി ആയിട്ടോണ്ട് വരാം. വീട്ടിൽ കിടപ്പണി ഇട്ടോണ്ട് വരാം. ആണോ? എന്നാ പെട്ടെന്ന് വാ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കോടവേ. അല്ലെ സംഭവം എന്താണെന്നറിയോ? പുള്ളി ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിൽക്കുമെങ്കിലേ, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ ആള് പാവട്ടോ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സെയിം കളറായില്ലേ? സെയിം കളർ. എന്റെ കൊച്ചായി നൈറ്റിട്ടുണ്ടെന്ന കല്യാണത്തിന് വരുന്നത്. എന്താണ് നൈറ്റിട്ട് കല്യാണത്തിന് വന്നത്? എന്താണ് ഈ വക കോക്കാൻ ബീച്ച് കാണിക്കുന്ന ഞങ്ങൾ നാണം കെടുത്തല്ലേ? എന്താ നാണം കെടുത്താൻ? അപ്പൊ എന്നെ നാണം കെടുത്താൻ നിങ്ങൾ ഇപ്പൊ വിളിച്ചു വരുന്നത്? എന്റെ കൊച്ചാൻ ഞങ്ങൾ 2 ഷർട്ടും കൊച്ചായി നൈറ്റ് ഇട്ടുണ്ട് കല്യാണത്തിന് പോകാൻ പറ്റും. കൊച്ചാ അങ്ങനെ കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരെ ഷർട്ട് ഊരിട്ട് നിങ്ങൾ നൈറ്റ് ഇടും. അപ്പൊ നമുക്ക് 3 പേർക്ക് നൈറ്റ് ഇട്ടുണ്ട്. നൈറ്റ് ഇട്ടുണ്ട് പോകാനായിട്ട് തൊഴിലുറപ്പിന്റെ പണിയല്ല അവിടെ കല്യാണം. എന്താ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഉറപ്പൂടാ. എന്നാ ഇന്ന് തൊഴിൽ ഉറപ്പാ. കല്യാണത്തിന് വരണ്ട. കച്ചവടത്തിന് കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് എന്താ അയ്യോ, ഈ പുള്ളി മൊത്തം തലതിരിയോടവേ അഡിഡാസിന്റെ നിക്കറ് തല തിരിച്ചിട്ടുണ്ട്. അത് ഹരിദാസിന് നിക്കറല്ല, എന്റെ നിക്കറ. അമ്മാവനെ കൊണ്ട് കൈ പിടിച്ചു കൊടുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നൈറ്റ് ഇട്ടുകൊണ്ട് അവിടെ കണ്ട അവിടെ ഇട്ട് ഞാൻ തല്ലിക്കൊല്ലും. നീയോ? ഞാൻ അത്ര ധൈര്യമുള്ളവനാ എന്നെ നടിക്കണം. പൊക്കളി തന്നെ, പൊക്കളിയാ. നിന്റെ ഓറഞ്ച് നൈറ്റിയാ. അയ്യോ നാട്ടുകാരെ, നിസാർ ഒരു നൈറ്റിയുടെ പേരിലല്ലേ തല്ലിക്കൊല്ലുന്ന? ഞാൻ പിടിച്ചോളാം. അമ്മയാ? അമ്മേ എവിടാടാ നീയൊക്കെ? അമ്മ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാ. വരണ്ട, നീ ഒന്നും വരണ്ട, കല്യാണം കഴിഞ്ഞു. അയ്യോ, എന്തൊരു പരിപാടിയാ കാണിച്ചേ? കൊച്ചത്തിനല്ലേ അവിടെ കൈ പിടിച്ചു കൊടുക്കേണ്ടത്? അതല്ലായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇനി എന്റെ കൊച്ചിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്തുവാ? വിരുന്നിന് അവള് വരുമ്പോ നീ ഒന്നും ആ വീട്ടിൽ കണ്ടുപോകരുത്. എങ്ങോട്ടേലും ഇറങ്ങിപ്പോക്കണം. അമ്മേ അളിയാ, പണി നൈസായിട്ട് പാളിയിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു. അയ്യോ, അമ്മ പറഞ്ഞേക്കുന്നതേ തിരിച്ചു വരുമ്പോ നമ്മളെ ഇവിടെ കണ്ടേക്കരുതെന്നാ. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ എങ്ങോട്ട് പോയി എനിക്കറിയാൻ പാടില്ല. അയ്യോ, എന്റെ കൈക്ക് പിടിക്കല പിള്ളേരെ. അയ്യോ, നിങ്ങളൊന്നും പേടിക്കണ്ട, എന്റെ കൂടെ വീട്ടിൽ വന്ന് താമസിക്കുക. നമുക്ക് ആരുമായിട്ട് സഹകരിക്കാതെ അവിടെ അടിച്ചു പൊളിക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.